ലോകത്ത് എത്ര ശതമാനം പേര് അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് കരുതുന്നു? ഈ വിഷയത്തിൽ ധാരാളം ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഗവേഷണ ഫലങ്ങൾ കാണിക്കുന്നത് ഏതാണ്ട് 80% ആളുകൾ അതീന്ദ്രിയ വാസ്തവികതകൾ ഉണ്ടെന്ന് കരുതുന്നു. അത് ദൈവമാകാം, ESP ആകാം, സൈക്കോ കൈനസിസ് ആകാം, ആത്മാവ്, പുനർജന്മം തുടങ്ങിയ കാര്യങ്ങളാകാം. ഏതാണ്ട് 80% പേർ അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് കരുതുന്നു. ഏതാണ്ട് 10% ആളുകൾ ഒരിക്കലെങ്കിലും അതീന്ദ്രിയമായിട്ടുള്ള ഒരു നേരിട്ടുള്ള അനുഭവം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഭൗതിക വിശ്വാസികൾ പറയുന്നത് അതീന്ദ്രിയമായിട്ടൊന്നുമില്ല, അതുണ്ടാകാൻ ഒക്കുകയുമില്ല, നാം ഇപ്പോൾ കാണുന്ന കാര്യങ്ങൾ വാസ്തവികതകൾ മാത്രമേ ഉള്ളൂ, ഇതിന് അപ്പുറത്തോ ഇപ്പുറത്തോ ഒന്നും ഇല്ല, അങ്ങനെ ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ്. അപ്പോൾ ആത്മീയവാദികളും ഭൗതികവാദികളും അല്ലാതെ വേറൊരു കൂട്ടരുണ്ട്. അവർ ന്യൂട്രലായിട്ട് നിൽക്കുന്നവരാണ്. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. യഥാർത്ഥത്തിൽ ശാസ്ത്രീയ മനോഭാവം എന്ന് പറയുന്നത് ഈ തുറന്ന മനസ്ഥിതിയാണ്. ഇന്നിപ്പോ 10% ആളുകൾ ഏതെങ്കിലും ഒരു അതീന്ദ്രിയ അനുഭവം ഉണ്ടെന്ന് അവകാശപ്പെടുന്നു. ഒരുപക്ഷെ അങ്ങനെ ആർക്കും ഒരു അതീന്ദ്രിയ അനുഭവവും ഇല്ലെങ്കിലും അത് ഒരിക്കലും ഉണ്ടാകാൻ സാധ്യമേ അല്ല എന്ന് പറയുന്നത് തുറന്ന മനസ്ഥിതി അല്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. അല്ലെങ്കിൽ ശാസ്ത്രീയ മനോഭാവം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അതാണ്. അതായത് നാം ഇന്ന് കാണുന്ന റെഗുലാരിറ്റീസ് അബ്സല്യൂട്ട് ആകണമെന്നൊരു നിർബന്ധമില്ല. ഇപ്പോൾ ഒരുപക്ഷെ ഇതിനപ്പുറത്ത് ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് നമ്മളെങ്ങനെ പറയും? ഈ അടിസ്ഥാനപരമായ റിയാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എല്ലാ കാര്യങ്ങളും ആപേക്ഷികങ്ങളാണ്. ഇതിൻ്റെയൊക്കെ അണ്ടർലൈങ് കോസ്, അടിസ്ഥാനപരമായ കാരണം നമുക്കിന്നും അജ്ഞാതമാണ്. ഈ ലോകത്തെ ഒരുപാട് തരം ആളുകൾ ഈ അതീന്ദ്രിയമായ കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നവരാണ്, അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരാണ്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഉദാഹരണമായിട്ട് പുരോഹിതന്മാർ, എല്ലാ മതത്തിലും പെട്ട പുരോഹിതന്മാർ അതീന്ദ്രിയമായ വാസ്തവികതകൾ കൈകാര്യം ചെയ്യുന്നവരാണ്. അവർക്ക് റിച്വൽസ് ഉണ്ട്, പ്രാർത്ഥനയുണ്ട്, അവർ മതം പ്രചരിപ്പിക്കുന്നു. പിന്നെ മന്ത്രവാദികൾ, അങ്ങനെ ഒരു ടൈപ്പുണ്ട്. പിന്നെ ഇതിലൊന്നും പെടാത്ത ഒരു ഗ്രൂപ്പാണ് മജീഷ്യൻസ്. ഈ മജീഷ്യൻസ് അതീന്ദ്രിയമായ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്റർടൈൻമെന്റിന് വേണ്ടി.
എനിക്ക് പല മാജിക്കുകാരെയും നേരിട്ട് പരിചയമുണ്ട്. അപ്പൊ ഇവർ യഥാർത്ഥത്തിൽ അതീന്ദ്രിയമായ കാര്യങ്ങൾ ഉണ്ടെന്ന് കരുതുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ മനോഭാവം എന്താണ് എന്നറിയാൻ എനിക്കൊരു താല്പര്യമുണ്ട്. കാരണം ഇവര് ഈ അതീന്ദ്രിയമായിട്ടുള്ള എഫക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കുകയാണ്. ഇവരെ യഥാർത്ഥത്തിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയല്ലേ. ഇവരുടെ യഥാർത്ഥ മനോഭാവം എന്താണ്? വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉത്തര കേരളത്തിൽ ഒരു സ്ഥലത്ത് പോകാൻ ഇടവന്നു. അവിടെ ഒരുപാട് പേര് സിദ്ധികൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്നു എന്നറിഞ്ഞിട്ടാണ് ഞാൻ പോയത്. അവിടെ അടുത്തടുത്ത് ഒരുപാട് പേര് ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കുന്നു എന്നാണ് എനിക്കറിവ് കിട്ടിയത്. ഞാൻ ചെന്നപ്പോൾ ഇവരെല്ലാം ട്രിക്സ് കാണിക്കുന്നവരാണ്, മാജിക് ട്രിക്സാണ് ഇവർ കാണിക്കുന്നത്. പക്ഷേ ഇതെല്ലാം സിദ്ധിയാണെന്ന് മറ്റുള്ളവർ പ്രദർശിപ്പിക്കുകയും കാശുണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ഏരിയയിൽ ഇങ്ങനെ ഇത്രയധികം ആളുകൾ ഇങ്ങനെ മാജിക് ഉപയോഗിച്ച് സിദ്ധികൾ അവകാശപ്പെടാൻ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ ഉറവിടം വാഴക്കുന്നം നമ്പൂതിരിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വാഴക്കുന്നം നമ്പൂതിരിയെ പറ്റി മുമ്പേ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കണ്ടു കളയാം എന്ന് പറഞ്ഞ് ഞാൻ വാഴക്കുന്നം നമ്പൂതിരിയുടെ വീട്ടിൽ പോയി. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു സിദ്ധിയും അവകാശപ്പെടുന്നില്ല. അദ്ദേഹം ഒരു തോർത്ത് മാത്രം കൊടുത്ത് വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങയുടെ വിശ്വാസം എന്താണ്? അദ്ദേഹം യഥാർത്ഥത്തിൽ അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങളിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിലിൻ്റെ മുകളിൽ സായിബാബയുടെ ഒരു പടം വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ സായിബാബ യഥാർത്ഥത്തിലുള്ള അതീന്ദ്രിയ കഴിവുകളുള്ള ആളാണെന്നാണ് എൻ്റെ വിചാരം. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. ഒരു മജീഷ്യൻ വന്നു നിൽക്കുന്നു എന്ന് പറയുക എന്ന് പറഞ്ഞ് ഞാൻ ഒരാളിനെ അകത്തേക്ക് പറഞ്ഞു വിട്ടു. പക്ഷേ സായിബാബ എനിക്ക് കാണാൻ അനുമതി തന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ സാധിക്കാതെ ഞാൻ തിരിച്ചു പോന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വളരെ കഴിവുള്ള ഒരു മജീഷ്യനായിരുന്നു. അദ്ദേഹം ഈ കപ്പൻ ബോൾ എന്നുള്ള ഒരു ട്രിക്ക് എന്നെ ചെയ്ത് കാണിച്ചു. വളരെ സ്കിൽഫുള്ളായിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. പക്ഷെ അദ്ദേഹം സാധാരണ ഒരു നമ്പൂതിരിയുടെ മനസ്സുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് ഈശ്വര വിശ്വാസവും അതീന്ദ്രിയ കാര്യങ്ങളിലുള്ള വിശ്വാസവും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സായിബാബയെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാറിയെന്നാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ എന്നോട് പിൽക്കാലത്ത് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അദ്ദേഹം ഒരു മജീഷ്യൻ ആണെങ്കിലും അദ്ദേഹത്തിന് അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. വളരെ കാലത്തിന് ശേഷം ഞാൻ ഭാഗ്യനാഥൻ എന്നൊരു മജീഷ്യനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെയാണ് ഞാൻ പോയത്. സുഹൃത്താണ് ഭാഗ്യനാഥൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയത്. ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മജീഷ്യൻ ആയിരുന്നു ഭാഗ്യനാഥൻ. ഭാഗ്യനാഥ് എന്നോട് ഇങ്ങോട്ട് പാരാസൈക്കോളജിയെ പറ്റി ചോദിച്ചു. പാരാസൈക്കോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ചോദിച്ചത്. ഈ സിദ്ധികൾ ഡെവലപ്പ് ചെയ്യാൻ എന്തെങ്കിലും മെത്തേഡ് കണ്ടെത്തിയിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനും അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള അഭിപ്രായം ആണ് ഉണ്ടായിരുന്നത്.
അപ്പോൾ അദ്ദേഹം വളരെയധികം ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യമുള്ള വ്യക്തിയുമായിരുന്നു. അദ്ദേഹം ഗാന്ധിയൻ ആദർശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും പിന്തുടരുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പിൽക്കാലത്ത് വേറെ പല പ്രശസ്തരായിട്ടുള്ള മജീഷ്യൻസിനെയും ഞാൻ പരിചയപ്പെടുകയുണ്ടായി. RK മലയത്ത്, അദ്ദേഹം ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിൽ പരീക്ഷണങ്ങൾ നടത്താൻ മുൻകൈയെടുത്തു. അപ്പോൾ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ചില കുട്ടികൾക്ക് ESP ഉണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹം തന്നെ നിരീക്ഷണങ്ങൾ കൂടെ ആ ഒരു തീരുമാനത്തിലാണ് എത്തിയത്. അദ്ദേഹം നടത്തിയ ചില പരീക്ഷണങ്ങളിൽ ഞാനും സഹകരിക്കുകയുണ്ടായി. പക്ഷേ എനിക്ക് പരിചയമുള്ള ചില മജീഷ്യൻസ് നേരെ മറിച്ച് ഈ അതീന്ദ്രിയമായിട്ടുള്ള വാസ്തവികത ഇല്ല, അത് ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല എന്ന് കരുതുന്നവരാണ്. അപ്പോൾ ഈ തുറന്ന മനസ്ഥിതിയുള്ള മജീഷ്യൻസ് ഉണ്ട്, അതീന്ദ്രിയമായിട്ടുള്ള വാസ്തവികത ഉണ്ട് എന്ന് കരുതുന്ന മജീഷ്യൻസ് ഉണ്ട്. ഈ രണ്ട് ഗ്രൂപ്പിലും പെടാത്ത ഭൗതിക വിശ്വാസികളായിട്ടുള്ള മജീഷ്യൻസും ഉണ്ട്. അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലെന്ന് മാത്രമല്ല, അത് ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് പറയുന്ന ചുരുക്കം ചില മജീഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. കാരണം എൻ്റെ ജോലി മനഃശാസ്ത്രം ആണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു കൂട്ടം മജീഷ്യൻസ് ഇത് തുറന്ന മനസ്ഥിതിക്കാരാണ്, അല്ലെങ്കിൽ ഇത് ഉണ്ടെന്ന് കരുതുന്നവരാണ്, അതീന്ദ്രിയം ഉണ്ടെന്ന് കരുതുന്നവരാണ്, കുറച്ച് പേര് ഭൗതിക വിശ്വാസികളാണ്, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എനിക്ക് തോന്നിയ ഒരു കാര്യം, ഭൗതിക വിശ്വാസികളായിട്ടുള്ള മജീഷ്യൻസിന് ഈ മാജിക് എന്ന് പറയുന്നത് ഒരു കോമ്പൻസേഷനാണ്. ഈ ഭൗതിക വിശ്വാസികളായിട്ടുള്ള മജീഷ്യൻസ് അവരുടെ വ്യക്തിത്വ പോരായ്മകളെ മറയ്ക്കാൻ വേണ്ടിയാണ് മാജിക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇല്ലാത്ത യഥാർത്ഥ അതീന്ദ്രിയ കഴിവുകൾ വേറൊരാളുണ്ടെന്ന് സമ്മതിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. കാരണം ഇവരെ പൊതുവെ അപക്വമതികളാണ്, ഇമ്പൾസീവാണ്. അവരുടെ ഒരു വ്യക്തിത്വ പോരായ്മകളെ മറയ്ക്കാൻ വേണ്ടിയാണ് അവർ മാജിക്ക് ഒരു മറയായിട്ട് ഉപയോഗിക്കുന്നത്. എത്ര മണിക്കൂർ വേണമെങ്കിലും അവർ പ്രാക്ടീസ് ചെയ്ത് ഓരോ സ്കില്ലും അക്വയർ ചെയ്യും. ഇത് എപ്പോഴും കാണിച്ച ആളുകളെ മിരട്ടുക എന്നുള്ളത് ഇവരുടെ ഒരു വൈകാരികമായ ആവശ്യമാണ്. അപ്പോൾ തനിക്കില്ലാത്ത യഥാർത്ഥ അതീന്ദ്രിയത വേറൊരാൾക്കുണ്ടെന്ന് ഇവരെങ്ങനെ സമ്മതിക്കും? അപ്പോൾ ഇവരുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇവരുടെ ഭൗതിക വിശ്വാസം. അപ്പോൾ പലപ്പോഴും ഇവരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ സിദ്ധിയൊന്നുമില്ല, എല്ലാം ട്രിക്കാണ്, ഞാനും ട്രിക്ക് കാണിക്കുന്നു, ഇതിനപ്പുറത്തൊന്നുമില്ല. പക്ഷെ പണ്ട് മജീഷ്യൻസ് അവർക്ക് തന്നെയും സിദ്ധി ഉണ്ടെന്നുള്ള മട്ടിലാണ് പെർഫോമൻസുകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്ദ്രജാലം, മഹേന്ദ്രജാലം എന്നൊക്കെ പറഞ്ഞാണ് മാജിക് ട്രിക്സ് കാണിച്ചുകൊണ്ടിരുന്നത്. അന്നും ഈ രണ്ട് ഗ്രൂപ്പുകാരുണ്ടായിരുന്നിരിക്കാം. ഒരു
കഥ എന്നുള്ള നിലയ്ക്കും എൻ്റർടൈൻമെൻ്റ് എന്നുള്ള നിലയ്ക്കും ഒരു തൊഴിലെന്നുള്ള നിലയ്ക്കും മാജിക്ക് കൈകാര്യം ചെയ്യുന്നവർ പണ്ടും ഉണ്ടായിരുന്നിരിക്കാം. അവരുടെ വ്യക്തിത്വ പോരായ്മകൾക്ക് ഒരു കോമ്പൻസേഷൻ എന്നുള്ള നിലയ്ക്ക് മാജിക്കിലേക്ക് തിരിഞ്ഞ ആളുകൾ പണ്ടും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇന്നിപ്പോൾ ഏതായാലും ഈ രണ്ട് ഗ്രൂപ്പുകാർ വളരെ ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. മാജിക്ക് ഒരു കല എന്നുള്ള രീതിയിലും ഒരു ശാസ്ത്രം എന്നുള്ള രീതിയിലും പക്വതയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രൂപ്പുകാർ. ഇത് അവരുടെ വ്യക്തിത്വ പോരായ്മകളെ മറയ്ക്കാനുള്ള ഒരു ഉപാധിയായിട്ട് കൊണ്ടു നടക്കുന്ന മജീഷ്യൻസ് വേറെ ഗ്രൂപ്പുകാർ. ഇങ്ങനെ രണ്ട് ഗ്രൂപ്പുകാർ ഇന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മുമ്പിൽ ഉണ്ട്.